ശ്രീ സിബി, ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷം ആവശ്യമില്ലാത്ത ഒരാശങ്ക ഉണ്ടാക്കുകയാണ്, പരിഭ്രാന്തി ഉണ്ടാക്കുകയാണ് എന്നാണ്. കോവിഡ് പ്രതിസന്ധി പോലെ ഉണ്ട്, അതിനെ മറികടക്കും രാജ്യം എന്നാണ്. ഏറ്റവും ഒടുവിൽ 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. തടസ്സമില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ പറയുകയാണ്. ശിവാലിക് വരുന്നുണ്ട്, നന്ദാദേവി വരുന്നുണ്ട്. 2 കപ്പലുകളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ഈ 2 കപ്പലുകളും കടന്നു പോകുന്നതിന് ശേഷവും പ്രതിപക്ഷം പറയുന്നത് ഇത് തെറ്റാണ്, അത് അമേരിക്കയിലേക്കുള്ള 2 കപ്പലുകളായിരുന്നു, അത് ഇന്ത്യൻ തുറമുഖത്തേക്കുള്ളവ അല്ല എന്നാണ്. പക്ഷേ എന്തിനാണ് പ്രതിപക്ഷം ഈ രീതിയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നത് എന്നുള്ള മറുചോദ്യം കേന്ദ്രം ഉന്നയിക്കുന്നുമുണ്ട്. മഞ്ജുഷേ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ മൊത്തമുള്ള ഡൊമസ്റ്റിക് ഈ ഗ്യാസ് ഉപഭോക്താക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 33.97 കോടിയാണ്. 32.97 കോടി. ഓക്കെ, നമുക്കിവിടെ ശരാശരി ഒരു മാസം 25 ലക്ഷം ടൺ ഗ്യാസ് വേണം ഇന്ത്യയുടെ ഉപഭോഗത്തിനായിട്ട്. 25 ലക്ഷം. ഇവിടുത്തെ 2 കപ്പലുകൾ കടന്നു വരുന്നത് 80,000 ടണ്ണുമായിട്ടാണ്. ഒരു മാസം ശരാശരി 25 ലക്ഷം ടൺ വേണ്ടുന്നിടത്താണ് ഈ 80,000 ടണ്ണുമായിട്ട് 2 കപ്പലുകൾ വരുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, നമുക്ക് ഈ ഓയിൽ ആൻഡ് ഗ്യാസ്, ഈ LPGക്ക് ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഇന്ത്യക്ക് ഇല്ല. LPGയിൽ ഇപ്പൊ മംഗലാപുരത്തും വിശാഖപട്ടണത്തുമായിട്ട് 2 സ്റ്റോറേജ് ഉണ്ട്. പക്ഷെ ഇതിന്റെ പരമാവധി സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.4 ലക്ഷം ടണ്ണാണ്. അതായത് അത് കഷ്ടിച്ച് ഒരു 2-3 ദിവസത്തേക്ക് മാത്രമേ ഇന്ത്യയുടെ ഉപഭോഗത്തിനനുസരിച്ച് തികയത്തുള്ളൂ. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്ട് 25 ലക്ഷം ടൺ ഒരു മാസം ആവശ്യമുണ്ട്. നമ്മൾ മൊത്തത്തില് ഇവിടെ നമുക്ക് ഏതാണ്ട് 330 ലക്ഷം ടണ്ണാണ് ഒരു വർഷം വേണ്ടുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാണ്ട് 60% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. 40% നമ്മൾ ലോക്കലി ഉത്പാദിപ്പിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഒരു പുതിയ തീരുമാനം അനുസരിച്ച് ഇവിടുത്തെ കമ്പനികൾ 25% കൂടി അത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ റഫ്ലി നമ്മുടെ മൊത്തം ഔട്ട്പുട്ടിന് അതൊരു 10% വ്യത്യാസം. അതായത് ഇന്ത്യക്ക് വേണ്ടുന്നതിന് 50% നമുക്ക് പ്രാദേശികമായിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റും. ബാക്കിയുള്ള 50% നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും എന്താണ് ഈ ഇറക്കുമതി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇത് സപ്ലൈ റെഗുലർ അല്ലെങ്കിൽ, അതായത് എല്ലാ ദിവസവും ഇതുപോലെ കപ്പലുകൾ വന്നുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ അതിഭീകരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന കാര്യത്തില് ഇത് എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അത് മറികടക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു വരുന്ന ഒരു സമയത്താണ് ഈ രീതിയിൽ പ്രതിപക്ഷം ഇതിനെ ഈ രീതിയിൽ കാണുന്നത്. ഞാൻ പറഞ്ഞത് ഈ പവൻ ഖേരയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കേന്ദ്രത്തിന്റെ ഒരു വിശദീകരണം വന്നല്ലോ ഈ 2 കപ്പലുകളുടെ കാര്യം. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകളെ തടഞ്ഞിട്ടില്ല, ശിവാലിക്കും നന്ദാദേവിയും കടന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതിനു ശേഷം, ഊർജ്ജ സെക്രട്ടറി ഇക്കാര്യം പറഞ്ഞതിന് ശേഷം പവൻ ഖേര ട്വീറ്റ് ചെയ്യുകയാണ്, ഇത് നുണയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്, ആ 2 കപ്പലുകളും വരുന്നത് ഇന്ത്യൻ തീരത്തേക്ക് അല്ല എന്ന്. പക്ഷേ ഫാക്ട് ചെക്ക് നടത്തിയപ്പോൾ അങ്ങനെയല്ല, ആ 2 കപ്പലുകളും ഇന്ത്യൻ തീരം ലക്ഷ്യമാക്കിയാണ് വരുന്നത്. പവൻ ഖേര പറയുന്നത് അമേരിക്കയിലെ ഏതോ ഒരു തീരത്തേക്കാണ് പോകുന്നത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തിന് ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. അല്ല, അങ്ങനെ പവൻ ഖേര പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ട്വീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തികച്ചും തെറ്റാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മളിതിനകത്ത് 1-2 വളരെ നയപരമായ 1-2 ഫോൾട്ട് കാണാതിരുന്നുകൂടാ. അതായത് ഇന്റർനാഷണൽ എനർജി ഏജൻസി പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്ത്യയുടെ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് LPG സ്റ്റോറേജിനകത്ത് വളരെ കുറച്ച് സ്റ്റോറേജ് മാത്രമേ നമുക്ക് ഉള്ളൂ. നമുക്കത് പോരാ. നമുക്ക് ഈവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ സ്റ്റോറേജ് കുറെ കൂടി ഉണ്ട്. പക്ഷെ അതുപോലെ നമ്മൾ 90 ദിവസം ഉണ്ട് എന്ന് ആണ് അവകാശപ്പെട്ടെങ്കിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമൊക്കെ 25 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് തെളിഞ്ഞതായിട്ടാണ് പറയുന്നത്. അതായത് ഇത്രയും വലിയൊരു പ്രതിസന്ധി നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നിട്ടും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു സംവിധാനം ഒരുക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു മുൻകൂട്ടിയുള്ള എന്താ പറയുക നടപടിക്രമങ്ങൾ സ്വീകരിക്കാനോ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മളിപ്പോൾ ഒരു രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. ഈ പ്രതിസന്ധിയെ നേരിടുക എന്ന് പറയുന്നത് സർക്കാരിന്റെ എല്ലാം, അതായത് എല്ലാ ഗവൺമെന്റിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഒരുമിച്ചുള്ള ആവശ്യം തന്നെയാണ്, ഒരുമിച്ചുള്ള നീക്കമായിരിക്കണം അതിന് പിന്നിൽ. അതിന് ശക്തമായ, ജനങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ ശക്തമായ പിന്തുണ തീർച്ചയായിട്ടും പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികൾ കൊടുക്കേണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഇക്കാര്യത്തിൽ സർക്കാർ ഏതൊക്കെ നിലകളിൽ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ സർക്കാർ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനകത്ത് ഈ പറഞ്ഞതുപോലെ നയപരമായിട്ട് നമ്മുടെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒബിയസ്ലി ക്രൂഡ് ഓയിലിന്റെ സ്റ്റോറേജ് പോലത്തെ എളുപ്പമല്ല LPGയുടെ സ്റ്റോറേജ് ഉണ്ടാക്കുക. അത് വളരെ ചെലവ് കൂടിയ ഒരു സംഗതി തന്നെയാണ്. പക്ഷെ സ്റ്റിൽ നമ്മളൊരു രാജ്യം, വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ, ഇത്രയും ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആയ ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ അത്യാവശ്യം ഒരു 20 ദിവസത്തേക്കെങ്കിലും അല്ലെങ്കിൽ 1 മാസത്തേക്കെങ്കിലും ഉള്ള സപ്ലൈ കരുതൽ ശേഖരത്തിൽ ഉണ്ടാകേണ്ടത് ഇന്ത്യ പോലെ വളർന്നു വരുന്ന ഒരു രാജ്യത്തിന് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അത്തരം രംഗങ്ങളിലെല്ലാം
നമ്മൾ കുറച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഈ ക്ഷാമമുണ്ടോ എന്ന് ചോദിച്ചാൽ ക്ഷാമം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പാചകവാതകത്തിൽ. അത് ആദ്യം പിടികൂടിയിരിക്കുന്നത് വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളെയാണ് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. മറ്റ് കടകളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് ഈ പാചകവാതക ക്ഷാമം. അത് ഇല്ല എന്ന് കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയിലെ റിഫൈനറികളിൽ പാചകവാതകത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് കൂട്ടുമെന്നുള്ള കാര്യത്തിലും അതിലുമൊക്കെ ആശങ്കയുള്ള ഒരു സാഹചര്യമാണ്. കപ്പലുകൾ വരുന്നുണ്ട് വിദേശത്ത് നിന്ന് പാചകവാതകവുമായിട്ട്. 2 കപ്പലുകളുടെ കാര്യം ഇന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതോടുകൂടി കുറച്ചുകൂടി ആശ്വാസമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ക്ഷാമമില്ല എന്ന് പറയുവാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്ത നടപടി ഇതിന് പര്യാപ്തമാണോ എന്ന ചോദ്യം, ഒപ്പം ഇന്ത്യയുടെ നയതന്ത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ത്യ ഈ രീതിയിലാണോ പ്രതികരിക്കേണ്ടത് എന്ന്. നോക്കൂ അഭിലാഷേ, ഇവിടെ നമ്മളുടെ ഈ പെട്രോളിയം ഉപഭോഗത്തിന്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പോൾ എവിടെ നിന്നാണോ ഇറക്കുമതി ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ പെട്രോളിയം ഏതാണ്ട് നമുക്ക് 90 ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഉണ്ടാക്കിയത്. കാര്യം നമുക്ക് പണ്ട് ഗൾഫ് യുദ്ധകാലത്തൊക്കെ ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. പെട്രോൾ കിട്ടാനില്ല. 5 ലിറ്ററിൽ കൂടുതലും ബസ്സിന് പോലും കൊടുക്കുന്ന ഡീസൽ, 10 ലിറ്ററിൽ കൂടുതലൊന്നും ബസ്സിന് പോലും ഡീസൽ കൊടുക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ആ അവസ്ഥ ഇല്ല. പിന്നെ ഇവിടെ സിബിസത്തിനും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് LPG സ്റ്റോർ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് LPG സ്റ്റോർ ചെയ്യുന്നില്ല എന്ന്. പെട്രോളിയം സ്റ്റോർ ചെയ്യുന്നത് പോലെ അല്ല LPG സ്റ്റോർ ചെയ്യുന്നത്. ലോകത്തൊരിടത്തും LPG ഹ്യൂജായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ടൺ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയില്ല. അതിൻ്റെതായ ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. പെട്രോളിയം എന്ന് പറയുന്ന ക്രൂഡാണത്. ആ ക്രൂഡ് ലിക്വിഡ് ഫോമിൽ നാച്ചുറൽ ആയിട്ട് തന്നെ മറ്റേത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണത്. പെട്രോളിയം ഗ്യാസിനെ വലിയ മർദ്ദത്തിൽ ആക്കുമ്പോഴാണ് അത് ലിക്വിഡ് ആകുന്നത്. അത്ര വലിയ വൻ മർദ്ദത്തിൽ കോടിക്കണക്കിന് ടൺ, ലക്ഷക്കണക്കിന് ടൺ LPG സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീകരമായ ബോംബ് പോലെയാണ്. അങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ കിടന്ന് പറയാമെന്നുള്ളതല്ലാതെ ഇതിന്റെ പുറകിൽ ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ്. LPG വരുന്നത് ആ സപ്ലൈ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് LPGയുടെ സപ്ലൈ ഉള്ളത്. അല്ലാതെ വെറുതെ എടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി പൂട്ടി വെക്കാൻ പറ്റുന്ന അല്ല ഇത്. അത് ബേസിക് നോളജ് ആണത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ നയതന്ത്രപരമായിട്ട് പരാജയപ്പെട്ടു. വെറുതെയാണോ അവിടുന്ന് ഈ ഹോർമുസ് വഴി കപ്പലുകൾ ഇങ്ങോട്ട് വരുന്നത്? അതേപോലെ തന്നെ LPGയുടെയും പെട്രോളിയത്തിന്റെയും ഓൾട്ടർനേറ്റ് സോഴ്സിൽ കൂടെ നമുക്ക് പെട്രോളിയം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ക്ഷാമത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ കാര്യം, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷത്തിൽ നിന്നും മറ്റൊന്നും ഈ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള ഒരു ഉത്തരവാദിത്വം പ്രതീക്ഷിക്കുന്നതേ അബദ്ധമാണ്. ഈ പവൻ ഖേര അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വളരെയധികം പരിഭ്രാന്തി ജനങ്ങൾക്കുണ്ടാക്കിയ ഒരു സംഭവമാണ് പവൻ ഖേരയുടെ ട്വീറ്റ്. അത് പവൻ ഖേര മാപ്പ് പറയേണ്ട ഒരു സാഹചര്യമാണ്. അദ്ദേഹം ആ ട്വീറ്റ് ഡിലീറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.